ജേണി വിത്ത് GTHന്റെ പോഡ്കാസ്റ്റും വീഡിയോ ആണ്. സോ എല്ലാവർക്കും വെൽക്കം. നമുക്കിന്ന് ഓട്ടം സീസണെ കുറിച്ച് ഒന്ന് സംസാരിച്ചാലോ? ഓട്ടം സീസൺ നമ്മുടെ ഓടുന്ന ഓട്ടാണോ അല്ല ഓട്ടം എന്ന് പറഞ്ഞ ശരത്കാലം ഇല പൊഴിയുന്ന സീസൺ. കറക്റ്റ്. ഇല പൊഴിയുന്ന സീസണിൽ എങ്ങോട്ടുള്ള യാത്രയാ ലക്ഷ്മി ഏതാ നോക്കുന്നത്? സ്വിറ്റ്സർലൻഡ് എല്ലാരും ആഗ്രഹിക്കുന്ന വൺ ഓഫ് ദ ഡെസ്റ്റിനേഷൻ അല്ലേ, നമ്മൾ എല്ലാരും കാണാൻ ആഗ്രഹിക്കുന്നത്. അതെ, അത് പണ്ട് മുതൽ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം ഈ നല്ല ഫ്രെയിംസിലും പിക്ചേഴ്സിലും ഒക്കെ കണ്ടുവന്നിട്ടുള്ള സ്ഥലങ്ങളാണ് അല്ലെ. ആ സ്ഥലങ്ങളുടെ ഒരു യെല്ലോയിഷ് ആയിട്ട് ഇലകളൊക്കെ വീഴുന്ന ഒരുപാട് ഫ്രെയിംസ്. ഞാനൊക്കെ എന്റെ ചെറിയ പ്രായത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഈ നോട്ട്ബുക്കിന്റെ പിക്ചർ ആയിട്ട് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് വലിയൊരു ഫ്രെയിംസ്. അതിലിങ്ങനെ യെല്ലോ കുറെ ട്രീസ് യെല്ലോ കളറായിട്ട്. ഇത് കാണണമെങ്കിൽ മഴവില്ല് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട് മലയാളത്തിലെ കുഞ്ചാക്കോ ബോബന്റെ പഴയ മൂവി. അത് കംപ്ലീറ്റ് ഓസ്ട്രിയ വിയന്നയിൽ ഷൂട്ട് ചെയ്ത. ഇതൊരു ഒക്ടോബർ ആ ഒരു ഓട്ടം സീസണിൽ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. അതിന്റെ കുറെ ഭാഗങ്ങളൊക്കെ. അപ്പൊ അതാണ് യൂറോപ്പിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓട്ടം സീസണാണ്. ഈ മഞ്ഞും സംഗതികളും നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കാണാൻ പറ്റും. ഇപ്പൊ കാശ്മീരിൽ നിങ്ങൾ വിന്റർ സമയത്ത് പോയാൽ മലകൾ കംപ്ലീറ്റ് മഞ്ഞ് മൂടിക്കിടക്കുവാണ്. സെയിം തന്നെയായിരിക്കും നമ്മളിപ്പോ യൂറോപ്യൻ കൺട്രികളിലും മൗണ്ടൈനിൽ മഞ്ഞാണ്. ദർ ഇസ് നോ ഡിഫറൻസ്. പക്ഷെ അവിടുത്തെ ഈ ഇലകളുടെയും ഈ പറഞ്ഞതുപോലെ ആ ഒരു തണുത്ത കാറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. വേറെ ഏത് രാജ്യങ്ങളായിരിക്കും നമുക്ക് ആ ഒരു സമയത്ത്? ജർമ്മനിയും ഫ്രാൻസ് ഒക്കെ എക്സാക്ട്ലി. ജർമ്മനി പറഞ്ഞപ്പോഴാണ് ഒക്ടോബർ ഫെസ്റ്റ് നടക്കുന്ന ഒരു പീരീഡാണ് ജർമ്മനിയിൽ. അത് സ്പെയിനില്, പോർച്ചുഗൽ, ഇങ്ങനെ പല രാജ്യങ്ങളിലും ഈ ഒക്ടോബർ മാസത്തിൽ ഓരോ ഫെസ്റ്റ് നടക്കും. അവർക്ക് അത് എന്തുകൊണ്ടാണെന്നറിയോ? വെതർ മൈൽഡ് വെതറാണ്, അവർ എൻജോയ് ചെയ്യുന്ന വെതറാണ്. ഈ ജൂൺ ജൂലൈയിൽ ഭയങ്കര ചൂടാണ് ഇപ്പൊ യൂറോപ്പിൽ. വിന്റർ അതുപോലെ ലേറ്റ് ആണ്, ഡിസംബർ പകുതിയൊക്കെ ആകുമ്പോഴേ വിന്റർ വരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു സമയം അവർ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്, റിലാക്സ്ഡ് ആണ്, അവർക്ക് പുറത്തിറങ്ങിയിട്ട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡാണ്. അപ്പൊ ഈ സമയത്ത് ഫെസ്റ്റുകൾ നടക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരെ യൂറോപ്പിലേക്ക് അട്രാക്ട് ആവുന്ന ഒരു പീരീഡാണ്. പിന്നെ സൈറ്റ് സീയിങ് പ്ലേസസ് ഒന്നും വലിയൊരു ക്രൗഡഡ് അല്ലാത്ത സമയമാണ്. അപ്പൊ ഒരു ഐഡിയൽ പീരീഡ് തന്നെയാണ് ആ ഒരു സമയത്ത് ട്രാവൽ. ഏജ് കാറ്റഗറി വരുന്നുണ്ട്. യങ്സ്റ്റേഴ്സിന് കുറച്ചും കൂടി ഈസി ആയിട്ട് എന്താണ് പറയണ്ടേ, ഇൻട്രസ്റ്റഡ് ആയിരിക്കും ഒക്ടോബർ. അങ്ങനെയില്ല. അതെല്ലാവർക്കും, അതായത് പ്രകൃതി, നേച്ചർ, ഈ പറയുന്നത് പോലെ നമ്മൾ നേച്ചർ ലവേഴ്സിന് നമ്മൾ ഈ പറയുന്ന പോലെ ഇതുപോലത്തെ വീഡിയോകളും നല്ല ഫോട്ടോയിലൊക്കെ കണ്ട് നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഐഡിയലായിട്ട് ആ ഒരു സമയത്ത് പോകുന്നതിന് റഷ് കുറയുന്ന സമയത്ത് തീർച്ചയായിട്ടും റഷ് കുറയുന്നത്. പിന്നെ നമ്മൾ പ്രിഫറബിളി ഈ പറയുന്ന പോലെ നല്ല ഫ്ലൈറ്റുകൾ ഇവിടുന്ന് ഓപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഓട്ടം സീസണിൽ തീർച്ചയായും നമ്മൾ യൂറോപ്പ് ഓട്ടം സീസണിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ കൂടുതൽ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടം സീസണിൽ ഈ ഇലകൾ വീഴുന്നതും മഞ്ഞയും ചുവപ്പും ഇലകളും ഇതുമൊക്കെ കാണാൻ പറ്റുന്നത് മൗണ്ടൻസ് ഉള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അത് സ്വിസ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ ഐഡിയലി അത് സെലക്ട് ചെയ്ത് പോയാൽ ഡെഫിനറ്റ് ആയിട്ടും കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. അതാണ് ഒരു ഇതിപ്പോ ഫ്രാൻസിലും ഉണ്ട്, പാരീസിലുണ്ട്. അതായത് ഈ നമ്മൾ ചില വഴികളിലൂടെ നടന്നു പോകുമ്പോൾ അതിന്റെ രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള മരങ്ങളാണ്. അതിലിങ്ങനെ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നത് നമുക്ക് അത് കാണാൻ പറ്റും. അതൊരു ആ മൊമെന്റ് ശരിക്കും ഭയങ്കര ഒരു ഫീൽ ഗുഡ്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് അത് സംതിങ് ഡിഫറെന്റ് ആണ്. അത് നമുക്ക് തരുന്ന ഒരു സുഖം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ഭയങ്കര ഡിഫറെന്റ് സംഭവം തന്നെയാണ്. ഒക്ടോബർ മാസം തന്നെയാണ്. അതിന് നവംബർ ആവുമ്പോഴത്തേക്ക് ഇതിന്റെ ഏകദേശം ഇലകളൊക്കെ പൊഴിഞ്ഞു വരും. ഡിസംബർ ആവുമ്പോഴത്തേക്ക് വിന്റർ സ്റ്റാർട്ട് ചെയ്യുന്ന പീരീഡാണ്. അപ്പൊ റെക്കമെൻഡബിളി ടൈം ടു ട്രാവൽ, ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ പീരീഡ്. നല്ല അടിപൊളിയായിട്ടുള്ള റിലാക്സ് ആയിട്ട് പോയിട്ട് വരാം. ഇപ്പൊ കൂടുതൽ കാഴ്ചകൾ നല്ല ക്ലാരിറ്റിയോടെ കാണാം. പിന്നെ പ്രത്യേകിച്ചും നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് അറിയാലോ, നല്ല ഫോട്ടോസ് കിട്ടണം, നല്ല വീഡിയോസ് കിട്ടണം അല്ലെ. നമുക്ക് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യണം. അപ്പൊ ഒന്ന് ഈ മെമ്മറീസ് വേണം. അപ്പൊ നല്ല ഫ്രെയിംസ് കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഒക്ടോബർ മാസം. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്ത് തെരഞ്ഞെടുക്കുക. നിങ്ങൾ യൂറോപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഒക്ടോബർ മാസം പിക്ക് ചെയ്യാൻ പറ്റുമോ നോക്കുക. കൺവീനിയന്റ് ആണെങ്കിൽ അല്ലെ, നല്ല ട്രിപ്പുകൾ. നമുക്കപ്പോ പുതിയൊരു പോഡ്കാസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ. ഓക്കെ.